അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 7 ഡേയ്സ് സ്കിൻ വൈറ്റനിങ് ബ്രൈറ്റനിങ് ചാലഞ്ചിൻ്റെ 6ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാക്ക് അരിപ്പൊടിയും പാലും യൂസ് ചെയ്തിട്ടുള്ള ഒരു പാക്കാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ 5 ദിവസം കാണിച്ച പാക്കും നിങ്ങൾ സ്ഥിരമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായി ആ ഒരു പാക്ക് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് 6ാമത്തെ ദിവസത്തെ പാക്ക് നമുക്ക് ചെയ്യാം. അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ എനിക്ക് അതിന് മുമ്പ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരുപാട് വെയിലൊക്കെ ഉള്ള സമയത്ത് ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്തൊക്കെ മുൻപ് അധികം ട്രൈ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് നല്ല എൻ്റെ കരുവാളിപ്പൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വെയിലത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പോവുക തന്നെ വേണം. വേറെ എന്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഇടണം. സൺസ്ക്രീൻ ഇട്ട് പോയാലും നമ്മുടെ മുഖത്ത് ഒരുപാട് കരുവാളിപ്പ് വരാറുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ ടിപ്സൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോവാം. ഹെയറെല്ലാം കെട്ടി വെച്ചിട്ട് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, മുഖം കഴുകിയതാണ്, ഇനി പാക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇന്ന് യൂസ് ചെയ്യുന്ന അരിപ്പൊടി നമ്മുടെ പുട്ടിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ പത്തിരിക്കൊക്കെ യൂസ് ചെയ്യുന്നില്ല, ഇടിയപ്പം, ആ ഒരു പൊടിയും യൂസ് ചെയ്യാം. ഞാനിത് യൂസ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഒരു സ്ക്രബ് കൂടി ആവാൻ വേണ്ടിയിട്ടാണ്. സ്ക്രബ്ബർ നമുക്ക് ആവണമെങ്കിൽ കുറച്ച് തരി തരി ആയിട്ടുള്ളത് തന്നെ വേണം. പിന്നെ തരി തരി അല്ലാത്ത അരിപ്പൊടി കൊണ്ടും ചെയ്യാറുണ്ട്, അതിന് വേറെ തന്നെ ഒരു എഫക്റ്റാണ്. പാലിൻ്റെ പകരം നിങ്ങൾക്ക് തൈര് യൂസ് ചെയ്യാം. തണുത്ത പാലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെ ഒരു 10 മിനിറ്റോളം ഇടാം. 10 മിനിറ്റോളം ഇട്ട് വെക്കാം. ബാക്കി വരുന്ന അരിപ്പൊടി കൊണ്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ കിട്ടും കേട്ടോ. കഴുത്തിലും ചെയ്യണം. ഇനി അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് നിർത്തി പറയുന്നത് കേട്ടോ. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഐസ് കൊണ്ടൊന്ന് മസാജ് ചെയ്യാം. ഞാനിന്ന് ഐസ് വെക്കാൻ മറന്നുപോയി. ഐസ് കൊണ്ടൊക്കെ മസാജ് ചെയ്താലാണ് നല്ലൊരു ഗുണം കിട്ടാം. കണ്ണിൻ്റെ അടുത്തൊക്കെ അവോയ്ഡ് ചെയ്യാം. ചുണ്ടിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ലിപ്സ്റ്റിക്കോ ഒന്നും ഇട്ടിട്ടില്ല. കണ്ടില്ലേ? ഓക്കെ, ഇനി കുറച്ച് കയ്യിൽ വെള്ളമാക്കിയിട്ട് കണ്ടില്ലേ മാറ്റം വരുന്നത്? തരി തരി ആകുമ്പോൾ നല്ല സ്ക്രബിൻ്റെ എഫക്റ്റ് കിട്ടും. ഇങ്ങനെ ഒരു 5 മിനിറ്റോളം ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടി വെച്ചിട്ട് വാഷ് ചെയ്യാം. ഞാൻ വാഷ് ചെയ്യാണ്. ഇത് കേട്ടോ, നല്ല മാറ്റം വന്നില്ലേ? അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്ലോ വരാനൊക്കെ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള റെമഡീസ് ട്രൈ ചെയ്യാം നിങ്ങൾ. ഞാൻ മുഖം ഒന്ന് തുടക്കട്ടെ. തുടച്ചു, കണ്ടില്ലേ മാറ്റം? കണ്ടില്ലേ? അപ്പോൾ എന്നും നമുക്ക് പാർലറിലൊക്കെ പോയി ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ വീട്ടിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കും. നമുക്ക് 7
പാക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതോടെ നമ്മുടെ 7 ഡേയ്സ് ചാലഞ്ച് തീരുകയാണ്. പിന്നെ നമുക്ക് വേറെയും ചാലഞ്ചുകളും വീഡിയോസായിട്ട് വരാം കേട്ടോ. ബായ്.